ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. യോഹന്നാന്റെ സുവിശേഷ പഠനത്തിൽ ഇന്ന് നാം പഠിക്കുന്നത് യോഹന്നാൻ 16-ാം അധ്യായം 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ദുഃഖിച്ചും സംശയിച്ചും ആശങ്കപ്പെട്ടും ഇരിക്കുന്ന യേശുവിന്റെ ശിഷ്യന്മാർക്കും നമുക്കും ആവശ്യം സന്തോഷവും സമാധാനവുമാണ്. യേശു ശിഷ്യന്മാരെ വിട്ടുപിരിയാൻ പോകുന്നു എന്ന് കേട്ട ശിഷ്യന്മാർ ദുഃഖിതരായി. എന്നാൽ യേശു അവരോട് പറഞ്ഞത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. 16:7 കാണുക. മാത്രമല്ല, കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല, പിന്നെയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണും. 16:16 ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുമെന്ന് 16:10 യേശു പറഞ്ഞത് ശിഷ്യന്മാരെ ദുഃഖിപ്പിച്ചു. എന്നാൽ യേശു അവരോട് സന്തോഷമുള്ളവരായിരിക്കാൻ പറഞ്ഞു. സന്തോഷം അനുഭവിപ്പാൻ ഒന്നാമത് അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു തത്വം യേശു അവരെ പഠിപ്പിച്ചു. രൂപാന്തരമാണ് ആ തത്വം. പകരം വയ്ക്കുന്നതിന് പകരം സാഹചര്യത്തെ രൂപാന്തരപ്പെടുത്തി രൂപാന്തരം പ്രാപിക്കുക. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ 16-ാം അധ്യായത്തിന്റെ 16 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് നാം ചിന്തിച്ചത്. രണ്ടാമത്, സന്തോഷം അനുഭവിപ്പാൻ അവർ വിശ്വസിക്കേണ്ട ഒരു വാഗ്ദത്തം യേശു ഓർപ്പിച്ചു. അതാണ് 16-ാം അധ്യായത്തിന്റെ 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ കിടക്കുന്നത്. നമുക്കിന്ന് ഈ ഭാഗം വായിച്ച് യേശു ഓർപ്പിച്ച വാഗ്ദത്തത്തെക്കുറിച്ച് ചിന്തിക്കാം. 16-ാം അധ്യായം 23 മുതൽ 28 വരെ. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. ഇത് ഞാൻ സാദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും ഞാൻ ഇനി സാദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ എന്നെ സ്നേഹിച്ചു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ചിരിക്കൊണ്ട് പിതാവ് താനും നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു. പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. നാം വിശ്വസിക്കേണ്ട ഒരു വാഗ്ദത്തം ഉണ്ട്. There is a promise that we have to believe. നാം വായിച്ചു കേട്ട വാക്യങ്ങളിലെ മുഖ്യ ചിന്ത പ്രാർത്ഥനയാണെന്ന് ശ്രദ്ധിച്ചെങ്കിൽ മനസ്സിലായി കാണും. 16:24 ഇന്നുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. Ask and you shall receive, that your joy may be full. നാം വായിച്ച ഭാഗത്ത് പ്രാർത്ഥിക്കുന്നതിന് 2 വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കണം. 16:23 ചോദിക്കുക, 24 അപേക്ഷിക്കുക. മാറി ഉപയോഗിക്കാവുന്ന 2 വാക്കുകളാണവ. 16-ാം അധ്യായം 19, 23, 26 വാക്യങ്ങളിൽ ചോദിക്കുക എന്ന വാക്കാണ് കാണുന്നത്. ചോദിക്കുക എന്ന് പറയുമ്പോൾ ചോദ്യം ചോദിക്കുക, അപേക്ഷ സമർപ്പിക്കുക എന്നൊക്കെയാണ് അർത്ഥം. തുല്യരായിരിക്കുന്നവർ തമ്മിലാണ് പലപ്പോഴും ചോദിക്കുന്നത്. 16-ന്റെ 23, 24, 26 വാക്യങ്ങളിൽ കാണുന്ന അപേക്ഷിക്കുക എന്ന വാക്ക് ഉന്നതസ്ഥാനീയനായ ഒരാളോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക എന്ന അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപേക്ഷിക്കുക എന്ന വാക്ക് യേശു തന്റെ വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗിച്ച് കാണുന്നില്ല. കാരണം യേശുവും പിതാവും തുല്യരാണ്. ഉച്ചനീചത്വങ്ങളില്ല. നാം ദൈവത്തിന്റെ അടുക്കൽ താഴ്മയുള്ളവരായിട്ടാണ് വരുന്നത്. ദൈവത്തോട് നാം അനുഗ്രഹങ്ങൾ യാചിക്കുന്നു. എന്നാൽ യേശു ദൈവപുത്രനാണ്, പിതാവിനോട് തുല്യനുമാണ് എന്ന് മറന്നുപോകരുത്. 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ അർത്ഥമാക്കിയ സമയം അഥവാ കാലഘട്ടം ഏതാണ്? മിക്കവാറും പരിശുദ്ധാത്മാവിന്റെ വരവിന് ശേഷം എന്നാണ് യേശു ഉദ്ദേശിച്ചതെന്ന് കരുതാം. 16:22 ഞാൻ പിന്നെയും നിങ്ങളെ കാണും എന്ന് യേശു പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ വാഗ്ദത്തം യേശു പാലിച്ചല്ലോ. അപ്പോസ്തലപ്രവൃത്തി 1:3 മുതൽ വായിക്കുമ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് 40 ദിവസം താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തെളിയിച്ചു കൊടുക്കുകയും തന്റെ സ്ഥാനം ഏറ്റെടുത്ത് ഭൂമിയിൽ ശുശ്രൂഷ തുടരാൻ ആവശ്യമുള്ള അനേകം കാര്യങ്ങൾ വ്യക്തമായി ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ. അപ്പോസ്തലപ്രവൃത്തി 1:3 മുതൽ 11 വരെ വായിക്കുക.
1:3 മാത്രം ഞാൻ വായിക്കാം. താൻ ജീവിച്ചിരിക്കുന്നു എന്ന അനേക ദൃഷ്ടാന്തങ്ങളാൽ അവർക്ക് കാണിച്ചു കൊടുത്തു. 1:5 കൽപ്പിച്ചു, 1:8 എന്ന് പറഞ്ഞു. അപ്പോൾ കാണിച്ചു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. 16:23 അന്ന് നിങ്ങൾ എന്നോടൊന്നും യാചിക്കുകയില്ല അല്ലെങ്കിൽ ചോദിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു. അന്ന് എന്ന് പറഞ്ഞത് സഭയെ ചേർക്കാൻ യേശു രണ്ടാമതും വരുന്ന ദിവസമാകാൻ ഒരു സാധ്യതയും കാണുന്നില്ല. കാരണം നാം അവനോട് ചേർന്ന് സ്വർഗത്തിൽ എത്തിയ ശേഷം പിന്നെയും പ്രാർത്ഥിക്കും എന്നതിന് തിരുവചനത്തിൽ തെളിവുകളൊന്നും കാണുന്നില്ല. ശിഷ്യന്മാർക്ക് യേശുവിനോട് ചോദിപ്പാനുണ്ടായിരുന്നു എന്ന് 16:19 വ്യക്തമാക്കുന്നുണ്ട്. കേൾക്കുക. അവർ തന്നോട് ചോദിപ്പാൻ ആഗ്രഹിക്കുന്നു എന്നറിഞ്ഞ് യേശു ശിഷ്യന്മാർക്ക് ഒരു ഉറപ്പ് കൊടുത്തു. ഒരു ദിവസം വേഗം വരുന്നുണ്ട്, അന്ന് അവർ അവനോട് ചോദ്യങ്ങളൊന്നും ചോദിക്കുകയില്ല. 16:23 അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല, അതിനു പകരം അവർ പിതാവിനോട് പ്രാർത്ഥിക്കും, പിതാവ് അവർ ചോദിക്കുന്നത് അവർക്ക് കൊടുക്കുകയും ചെയ്യും. 16:23 മുഴുവനും കേൾക്കുക. അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ശിഷ്യന്മാർ വിശ്വസിക്കേണ്ടിയിരുന്ന ഒരു വാഗ്ദത്തമാണ് യേശു നൽകിയത്. പിതാവ് അവരെ സ്നേഹിക്കുന്നുണ്ട്, പിതാവ് അവരുടെ അപേക്ഷ കേൾക്കും, പിതാവ് അപേക്ഷകൾ നിവർത്തിച്ചു കൊടുക്കുകയും ചെയ്യും. യേശു ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ശിഷ്യന്മാരുടെ ആവശ്യങ്ങളെല്ലാം നടത്തിക്കൊടുത്തു. ഇപ്പോൾ യേശു പിതാവിന്റെ അടുത്തേക്ക് മടങ്ങിപ്പോവുകയാണ്. അപ്പോൾ പിതാവ് ആവശ്യങ്ങളെല്ലാം നിറവേറ്റി കൊടുക്കും. ഇതാണ് പ്രാർത്ഥനയുടെ പദവിയും പ്രാർത്ഥനയുടെ അത്യത്ഭുതകരമായ വാഗ്ദത്തവും. യേശു തന്റെ ശുശ്രൂഷയിൽ പലപ്പോഴും പ്രാർത്ഥനയെക്കുറിച്ച് പരാമർശിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നുവല്ലോ. യേശു തന്റെ വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ഉത്തമ മാതൃക കാണിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. യേശു ഒരു തികഞ്ഞ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. മാളികമുറിയിൽ ഇരുന്ന് ശിഷ്യന്മാരെ പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥന എന്നത് ഏറ്റവും ഊന്നിപ്പറഞ്ഞ വിഷയവും ആണ്. ഇനി പറയുന്ന വാക്യങ്ങൾ കാണുക. യോഹന്നാൻ 14:12 മുതൽ 14 വരെ, 15:7, 15:16, 16:23 മുതൽ 26 വരെ. ഒരു പ്രാവശ്യം കൂടെ വാക്യങ്ങൾ പറയാം. 14:12 മുതൽ 14 വരെ, 15:7, 15:16, 16:23 മുതൽ 26 വരെ. യേശു വ്യക്തമാക്കിയത് വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ഫലപ്രദമായ ക്രിസ്തീയ ശുശ്രൂഷയുടെ ഏറ്റവും വലിയൊരു രഹസ്യമാണെന്നാണ്. യോഹന്നാൻ 16 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശു വിശദീകരിച്ചത് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പും സ്വർഗാരോഹണവും പുതിയൊരു സാഹചര്യം സംജാതമാക്കും എന്നാണ്. തന്റെ സ്വർഗാരോഹണത്തിന് ശേഷം പരിശുദ്ധാത്മാവ് വരുന്നത് കൊണ്ട് യേശു ഇതുവരെ സംസാരിച്ചതുപോലെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയില്ല. അവർക്ക് ആവശ്യമായ ആത്മീയ ഉൾക്കാഴ്ചയും പരിജ്ഞാനവും പരിശുദ്ധാത്മാവ് അവർക്ക് നൽകും. അവൻ അവരോട് തുറന്ന് സംസാരിച്ചു, പിതാവിനെ വെളിപ്പെടുത്തി കൊടുക്കും. മാളികമുറിയിൽ ധാരാളം ഉദാഹരണങ്ങൾ വഴിയാണ് യേശു തന്റെ സന്ദേശം ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ എത്തിച്ചത്. ഉദാഹരണത്തിന്, യേശു അവരുടെ കാലുകൾ കഴുകി, പിതാവിന്റെ ഭവനത്തെക്കുറിച്ച് പറഞ്ഞു, മുന്തിരിവള്ളിയെയും കൊമ്പുകളെയും കുറിച്ച് പറഞ്ഞു, ഒരു സ്ത്രീ പ്രസവിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പ്രതീകങ്ങൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ കൂടുതൽ തെളിഞ്ഞു വരും. കാരണം പരിശുദ്ധാത്മാവ് അവരെ തുടർന്ന് പഠിപ്പിച്ച് ഓർമ്മപ്പെടുത്തി സകല സത്യങ്ങളിലേക്കും വഴി നടത്താൻ പോവുകയാണല്ലോ. വേദപുസ്തക പഠനത്തിന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ആഴമായ ആത്മീയ സത്യങ്ങൾ ഗ്രഹിക്കുക എന്നത് മാത്രമല്ല, പിന്നെയോ പിതാവിനെ കൂടുതൽ നന്നായി അടുത്തറിയുക എന്നതാണ്. 16:25 ഇത് ഞാൻ സദൃശമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാനിനി സദൃശമായി നിങ്ങളോട് സംസാരിച്ചത് പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. പിതാവായ ദൈവത്തെ നേരിട്ട് സ്പഷ്ടമായി അറിയുക എന്നതാണ് വേദപുസ്തക പഠനത്തിന്റെ ലക്ഷ്യം. വേദപുസ്തക പാരായണം അല്ലെങ്കിൽ വായനയും പഠനവും ഇതിനല്ലെങ്കിൽ അത് ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യുമെന്ന് അറിഞ്ഞിരിക്കണം. പഠിക്കുന്ന കാര്യത്തിൽ ഒരു പുതിയ സാഹചര്യം വരും എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്ന കാര്യത്തിലും പുതിയതൊന്ന് സംഭവിക്കാൻ പോവുകയാണ്. 16:23 യേശു അത് സൂചിപ്പിച്ചിരുന്നു. 16:23 വീണ്ടും കേൾക്കുക. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. യേശു സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകുന്നു. അവിടെ യേശു നമുക്കായി മഹാപുരോഹിത ശുശ്രൂഷ അനുഷ്ഠിക്കും. മഹാപുരോഹിത ശുശ്രൂഷയുടെ പ്രധാന ഭാഗം യേശു പിതാവിനോട് നമുക്കായി പക്ഷവാദം ചെയ്യും എന്നതാണ്. റോമർ 8:34 ക്രിസ്തുയേശു മരിച്ചവൻ
മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. എബ്രായലേഖനം 7:25. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. ഈ വാക്യങ്ങളിൽ നിന്ന് നാം ഗ്രഹിക്കേണ്ടത്, പിതാവിന്റെ സന്നിധിയിൽ അവൻ നമ്മുടെ കാര്യസ്ഥനായും ശുശ്രൂഷ അനുഷ്ഠിക്കുന്നു. അതാണ് 1 യോഹന്നാൻ 2:1 നാം വായിക്കുന്നത്. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കൽ ഉണ്ട്. നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തു നാം പാപം ചെയ്യാതിരിപ്പാൻ നമുക്ക് കൃപ ധാരാളമായി നൽകുന്നു. നമ്മുടെ കാര്യസ്ഥനായ അഡ്വക്കേറ്റ് ആയ യേശുക്രിസ്തു നാം പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നമുക്ക് ദൈവവുമായി നഷ്ടപ്പെട്ട കൂട്ടായ്മയിലേക്ക് യേശു നമ്മെ പുനഃസ്ഥാപിക്കുന്നു. യേശു സ്വർഗത്തിൽ നമുക്കായി നിവർത്തിക്കുന്ന ശുശ്രൂഷയാൽ അവൻ നമ്മെ ഭൂമിയിൽ നമ്മുടെ സാക്ഷ്യ ശുശ്രൂഷ നന്നായി നിവർത്തിക്കുവാൻ ശക്തീകരിച്ച് സഹായിക്കുന്നു. ഈ ശക്തീകരണം പരിശുദ്ധാത്മ ശക്തിയാലാണ് യേശു നമ്മിൽ നിവർത്തിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം നാം വായിക്കുമ്പോൾ ആദിമസഭ പ്രാർത്ഥനയിൽ എന്തുമാത്രം ആശ്രയിച്ചു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവർ ദൈവ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച് അവരുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയാൽ ദൈവത്തെ അറിയിച്ചു. മാളികമുറിയിൽ യേശു പ്രാർത്ഥനയെക്കുറിച്ച് ശിഷ്യന്മാരെ പഠിപ്പിച്ചത് നാം ഇടയ്ക്കിടയ്ക്ക് ക്രമാനുഗതമായി പുനരവലോകനം ചെയ്താൽ അത് ദൈവസഭയ്ക്ക്, എല്ലാ ദൈവമക്കൾക്കും വളരെ പ്രയോജനകരമാകും. പ്രാർത്ഥിക്കുന്നതിലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നതിലും വളരെ സന്തോഷം അന്തർലീനമായിരിക്കുന്നു. ഫലപ്രദമായ പ്രാർത്ഥനയ്ക്കായി യേശു നൽകിയ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിൽ കൂടിയും സന്തോഷം പ്രാപിക്കുവാൻ കഴിയും. പ്രാർത്ഥനാ വീരനായിരുന്ന ജോർജ് മുള്ളർ ഒരിക്കൽ പറഞ്ഞത് ഓർക്കുക, യഥാർത്ഥ പ്രാർത്ഥന ദൈവത്തിന്റെ മടിയെ മറികടക്കാനല്ല, പിന്നെയോ ദൈവത്തിന്റെ താല്പര്യത്തെ മുതലെടുക്കാനാണ്. ട്രൂ പ്രെയർ ഈസ് നോട്ട് ഓവർകമ്മിങ് ഗോഡ്സ് റിലക്റ്റൻസ് ബട്ട് ഓവർകമ്മിങ് ഗോഡ്സ് വില്ലിംഗ്നെസ്. പ്രാർത്ഥനയിൽ സന്തോഷമുണ്ട്, രൂപാന്തരത്തിന്റെ തത്വം മനസ്സിലാക്കുന്നതിലും സന്തോഷമുണ്ട്. യേശു മൂന്നാമത്തെ ഒരു സന്തോഷത്തെക്കുറിച്ചും കൂടെ പഠിപ്പിച്ചു. യേശു ലോകത്തെ ജയിച്ച ജയത്തിൽ പങ്കാളികളാകുന്നതിലുള്ള സന്തോഷം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ഇന്ന് പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം ചിന്തിച്ചതെന്ന് ഓർക്കുക. അതുകൊണ്ട് പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന യേശുവിനെ പോലെ ആ മാതൃക പിൻപറ്റിക്കൊണ്ട് നമുക്കും പ്രാർത്ഥനയിൽ മുന്നേറാം, നമ്മളെ സമർപ്പിക്കാം. കർത്താവേ, സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ദൈവത്തോട് സംസാരിക്കുന്നതിന് പ്രാർത്ഥന എന്ന മാധ്യമം അവിടെ തന്നിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ പൂർണ്ണമായിട്ട് ഇങ്ങനെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കൃപയാലും ശക്തിയാലും പിതാവിനോട് സംസാരിക്കുവാൻ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചു കിട്ടുവാൻ അവൻ തന്നിരിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഈ വാഗ്ദാനം ഉപയോഗിക്കുവാനും അതുവഴി വരുന്ന നന്മ അനുഭവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.